ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. കുളി കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയത്. അടുക്കളയ്ക്ക് വന്നപ്പോൾ നമ്മളെ സ്ഥിരം വെള്ളം അങ്ങോട്ട് കുടിച്ചു കൂട്ടാം. പിന്നെ ഞാൻ പോയിട്ട് ചോറ് ഊറ്റാട്ടോ ചെയ്തത്. ചോറൂറ്റി കഴിഞ്ഞപ്പോൾ നല്ല ഗോതമ്പ് ദോശയാണ് ഇന്ന് ചായക്ക്. അപ്പോൾ അതും അങ്ങോട്ട് ഉണ്ടാക്കി. പൂച്ചക്കുട്ടന്മാർ തൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ വന്ന് കളിക്കുക കേട്ടോ. അച്ഛനും അമ്മയും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അവർക്ക് കളിക്കാനുള്ള ആൾ ഞാൻ മാത്രമാണ്. അപ്പോൾ അതാ കാലിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ഒരതി നടക്കുക കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചീത്ത പറയും, ഇടയ്ക്ക് പാവം തോന്നും കേട്ടോ. അവിടുന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ദോശ ഉണ്ടാക്കൽ നിർത്തി വെച്ചിട്ട് ഞാൻ നേരത്തെ ചായ കുടിച്ചു കേട്ടോ. നല്ല ചൂട് ഗോതമ്പ് ദോശ ഉള്ളിക്കറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നലെ ഏട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ രാവിലെ ഏട്ടൻ ഡ്രമ്മ് കഴുകി തരാനുള്ള പരിപാടിയിലാണ്. ഇന്ന് ഞാനും ഏട്ടനും കൂട്ടി തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ അവിടെ ഡ്രമ്മ് കഴുകാൻ നോക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തെങ്ങാട്ടോ, ആദ്യമായിട്ട് കായ്ക്കുകയാണ്. അതാണ് ഞാൻ സൂം ചെയ്തെടുത്തത്. ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ പശുക്കൾ. നേരെ കണ്ടത് ശ്മശാനാട്ടോ. അങ്ങനെ ഏട്ടൻ ഡ്രമ്മിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കേട്ടോ. ഞാൻ ഏട്ടൻ അവിടെ ഡ്രമ്മ് കഴുകട്ടെ. ഞാൻ താഴത്ത് വന്ന് നോക്കി നോക്കുമ്പോൾ അച്ഛൻ ഇവിടെ മീൻകറിയും വെച്ചിട്ടുണ്ട്, മീൻ പൊരിക്കും ചെയ്തിട്ടുണ്ട്. ഡ്രമ്മ് കഴുകണ വരെ ഞാനവിടെ മേലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ താത്തിക്ക് വന്ന് ഏട്ടൻ്റെ കുളിക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണേ. അപ്പോൾ ഞാൻ മാറ്റാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഫുള്ളൊരു സ്ലോ മോഷൻ കളിയാട്ടോ. ഏട്ടൻ ബാക്ക് ചെയ്ത് ചീത്ത പറയും, എന്ത് സ്ലോ മോഷനാണോ, ഒന്ന് വേഗം നോക്കിക്കൂടുന്നൊക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സ്പീഡായിരുന്നല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ സ്ലോ ആന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ചേച്ചിയും കുട്ടിയും കൂടിയിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവർ പോണതിൻ്റെ ഉള്ളിൽ വീട്ടിലേക്ക് എത്തും വേണം. അങ്ങനെ അതാ എൻ്റെ മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടിയും ഡ്രസ്സ് എടുത്ത് വെക്കാണ്ടായിരുന്നു. അതും എടുത്ത് വെച്ച് ഏട്ടാ അതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്നെ കാത്ത് നിൽക്കുക കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാട്ടോ. ആ പാത്രം ഞങ്ങൾ കോഴിക്കോട് നിന്ന് വാങ്ങിച്ചാണ്. ഇത് എന്തിനാണെന്നറിയോ, മീൻ വളർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എനിക്ക് കയറിയൊരു പൂതിയാണ് മീൻ വളർത്താൻ. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എൻ്റെ അൽക്കുലത്തെ സാധനങ്ങളാണ്. പിന്നെ എന്താ പൂച്ചക്കുട്ടന്മാരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാനും ഏട്ടനും ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വരുമ്പോൾ. വീട്ടിൽ അമ്മ വർക്കിലായിരുന്നേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഇതാ പെറ്റ് ഷോപ്പിലേക്കാട്ടോ. ഇവിടുന്ന് 2-3 മീൻ മേടിക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോണത്. അവ കുറേ മീനൊക്കെ നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചത് ഗപ്പിനാട്ടോ. ഗപ്പിയാണ് റേറ്റ് കുറച്ച് കുറവുള്ളത്. പിന്നെ അവിടെയും 2 കടയിൽ കയറി, സ്വപ്നക്കൂട്ടിലും കയറി. അവിടെ നിന്ന് ഒരു 4 മീനെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ മതിരിശ്ശേരിയിലെത്തി. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഏട്ടൻ്റെ വീട്ടിലേക്ക്. ഇപ്പോൾ വാങ്ങിച്ച മീനൊക്കെ ഞാൻ എവിടെ സെറ്റ് ചെയ്യണമെന്ന് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ കാണാൻ മറക്കരുത്. ടാറ്റാ.